2023 കാറാണ്. ഇത് നമുക്കൊരു 6,90,000 രൂപ. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ സോണറ്റ് ഡീസൽ GT ലൈൻ. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. 19 മോഡൽ ഓട്ടോമാറ്റിക് ആണ് 890 എഴുതുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. 19 മോഡൽ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 5,25,000 രൂപ. 5,25,000 15 കൊടുക്കാം. അതും നെഗോഷ്യബിൾ ആവുമോ? ഇത് നമുക്ക് 6,90,000. 6,90,000 രൂപ. 6,90,000 അതായത് മോശമില്ലാത്ത പ്രൈസ് അല്ലേ? പിന്നെ പെട്രോൾ മാനുവലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? 6,25,000 രൂപ. 6,20,000 കൊടുക്കാം. മോഡൽ കൂടിയ ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ തപ്പി ഒരുപാടധികം ആൾക്കാർ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും മോഡൽ കൂടിയ വണ്ടി മുതൽ നിങ്ങൾക്ക് മാക്സിമം ബഡ്ജറ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ KL47 യൂസ്ഡ് കാർസിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഈ വഴി പോയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നീണ്ടു കിടക്കുന്ന ഷോറൂമാണ്. മുമ്പിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല വണ്ടി വേണമെങ്കിൽ ഇവിടെ വരിക. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ ചെയ്ത് തരും. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ നല്ല വണ്ടികൾ നോക്കി നടക്കുന്നവർ മിസ് ചെയ്യണ്ട. കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ വെച്ചിട്ട് ഫുൾ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. അതിൻ്റെ അകത്ത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് വേണമെങ്കിൽ ഏത് വണ്ടീൻ്റെ വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല. നല്ല വെയിലാണ്. വേഗം വീഡിയോയിലേക്ക് പോകാം. വില കുറേ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ KL47 യൂസ്ഡ് കാർസിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരുപാട് കിഡിലൻ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോയിൽ സുൽഫിക് ബ്രോ ആണുള്ളത്. എന്താ സ്ഥിതി? വണ്ടി ഇഷ്ടംപോലെ SUV വണ്ടികൾ കിടക്കുകയാണല്ലേ? അതായത് ഈ ഒരു നേരം മുതൽ അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇവിടെ ഷോറൂം ഒരു പ്രത്യേക ഷോറൂം അല്ലേ? ഒരു റോഡിൻ്റെ സൈഡിൽ അങ്ങ് നിരത്തിയിട്ടേക്കുക അല്ലേ? പിന്നെ എന്താ വണ്ടി ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നമ്മൾ എടുക്കുക. ഒരുവിധം വണ്ടിക്കൊക്കെ പുതിയ മോഡലൊക്കെ വാറണ്ടി ഉണ്ടാവില്ല? എല്ലാം വാറണ്ടി ഉണ്ട്. 100 ഡേയ്സ് ഒരു വാറണ്ടി നമ്മൾ എല്ലാ വണ്ടി കൊടുക്കുന്നുണ്ട്. 100 ഡേയ്സ് വേറെ കൊടുക്കുന്നുണ്ട്. 6 മന്ത്സ് വരെ വേറെ മോഡൽ കൂടിയ വണ്ടികൾ കൊടുക്കുന്നു ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വാറണ്ടിൻ്റെ കേസിലൊന്നും പേടിക്കേണ്ട, ധൈര്യം എടുത്തുകൊണ്ട് പോകും അല്ലേ? ഇനി അടുത്തതായിട്ട് അറിയേണ്ടത് വിലയാണ്. വില നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് മഴക്കാലമൊക്കെയാണ്, കഷ്ടപ്പാടൊക്കെയാണ്, നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ലോണൊക്കെ നമുക്ക് ആദ്യത്തെ വണ്ടി തന്നെ TUV ആണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. പിന്നെ മാക്സിമം നിങ്ങൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസ് വേഗം പറഞ്ഞു, എല്ലാം കൂടി അങ്ങ് പറയാം. 2017 മോഡൽ TUV ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. T6 വരുന്ന വണ്ടിയാണ്. അതായത് ഏറ്റവും ഫുള്ള് തൊട്ടാൽ വരും. ഇത് നമുക്ക് 62,000 കിലോമീറ്റർ ഓടിക്കണം. മാനുവൽ വണ്ടി അല്ലേ? ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? 5,40,000 രൂപയാണ്. 17 മോഡൽ 5,40,000 രൂപ. അതും 60,000 ലോ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. അടുത്തത് XUV ഏതാ? XUV 2015 മോഡൽ വണ്ടിയാണ്. 15 അല്ലേ? W6 ആണ്. അലോയിലും ടയേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-70,000 രൂപന്റെ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓണർഷിപ്പ് 4 ആയി. അപ്പൊ നമുക്ക് ഈ ലോണും കാര്യങ്ങളൊക്കെ പാസ്സാവോ? ലോണൊക്കെ അതിന് ലോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ. ഇത് 1,30,000 കിലോമീറ്റർ ഓടിക്കണം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മോഡൽ എന്ന് പറഞ്ഞാൽ 2015 മോഡൽ. 15 മോഡൽ ഉണ്ട് അല്ലേ? 5,25,000 രൂപ. 5,25,000 15 കൊടുക്കാം. അതും നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ന്യൂ ഷേപ്പാണ് വണ്ടി. ന്യൂ ഷേപ്പാണ്. അത് ഞാൻ ചോദിച്ചതിന്റെ കാരണം അതേ സെയിം സാധനം തന്നെ പഴയ മോഡൽ ഇവിടെ ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് 2014 മോഡൽ വണ്ടിയാണ്. 14 അതെ. ഇത് നമുക്ക് ഒരു 4,50,000 രൂപ കൊടുക്കാം. ഇത് 14 കിലോമീറ്റർ ഒക്കെയോ? ഇത് 170 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ അല്ലേ? W8 വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. 4,50,000 രൂപയ്ക്ക് തരാം. അതുപോലെ തന്നെ മാക്സിമം ലോൺ കയറുന്ന കയറ്റി കൊടുക്കാം അല്ലേ? അതെ. W8 ആണ്. അപ്പൊ അതില്ലല്ലോ? അതൊന്നുമില്ല. റീപ്ലേസ് ഇല്ല അല്ലേ? ഇല്ല. അതുപോലെ തന്നെ കിടിലാണ് താർ. ഇതേതാ? 2023 കാറാണ്. ഇത് നമുക്കൊരു 6,90,000 രൂപ. 16,90. ഞാൻ 6,90 ഇപ്പൊ കൊണ്ടുപോകും. റൈറ്റ് നോ 16,90. 16,90. 2023 മോഡൽ. 2 വീലാണോ 4 വീലാണോ? 4 വീല് ഓട്ടോമാറ്റിക്. 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ്. അല്ലേ? 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 50 ഓടിയിട്ടുള്ളൂ. 50. പിന്നെ വേറെ ഭാഗത്തൊന്നുമില്ലല്ലോ? വേറെ ഭാഗമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അപ്പം എന്തായാലും 50,000 ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് താറ് വേണമെങ്കിൽ 6 തരില്ലല്ലോ? 6 എത്ര? 16,90 കൊടുക്കാം അല്ലേ? അത് നമുക്ക് എന്തായാലും കുറയണം. അതുപോലെ തന്നെ ഇത് സെയിൽ ആയതാ? അത് സെയിലായി പോയി. ഓക്കെ. അടുത്തത് 2015 മോഡൽ ക്രെറ്റ SX ആണ്. 15 SX. അന്നത്തെ ഫുൾ ഓപ്ഷൻ. സെക്കൻഡ് ഓണർ ആണ്. 82,000 കിലോമീറ്റർ. കമ്പനി സർവീസ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന. അതായത് ഈ ക്രെറ്റ ഇറങ്ങിയതിലെ ഫസ്റ്റ് വണ്ടി 15 മോഡൽ വണ്ടി. അത് ഈ 80 ജെനുവിൻ ആണോ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ എല്ലാ കമ്പനി സർവീസ് ആണ് ഫുൾ. അതെ അല്ലേ? എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ശരി. വിലയോ? ഇത് നമുക്ക് 6,90,000. 6,90,000 രൂപ. 6,90,000. അതായത് മോശമില്ലാത്ത പ്രൈസ് അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ക്രെറ്റയല്ലേ? അതിപ്പോൾ അത്യാവശ്യം മാർക്കറ്റിലെ വണ്ടിയാണ്. അതും ഡീസലാണ്. 6,90,000 എടുത്തുകൊണ്ട് പോകാം. നെഗോഷ്യബിൾ ആവുമോ? ചെയ്യാം. നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? പുത്തനൊരു 2024 മോഡൽ 25 രജിസ്ട്രേഷൻ സോണറ്റ് ഡീസൽ GT ലൈൻ. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി.
അതായത് ഇതൊരു പുതിയ തരണം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതാണ് പുതിയ എടുക്കാൻ പോകുന്നതിനേക്കാളും നല്ല ലാഭിച്ച് കൊടുക്കുക അല്ലേ? 14,60,000 നമ്മൾ ചോദിക്കുന്നത്. 14,60,000 ചോദിക്കുന്നത്. പുതിയ എന്ത് വരേണ്ടെന്ന് അറിയോ? 18 ചില്ലറിന്റെ മേലെ എന്തായാലും മുകളിലുണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 2024 മോഡല് വെറും 19,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അപ്പോൾ അതില്ലെന്ന് ഉറപ്പല്ലേ? ഒറ്റ ഭാഗത്തില്ല. ചെറിയ ചെറിയ കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫിറ്റിംഗ്സ് 360 ക്യാമറ GT ലൈൻ അല്ലേ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. GT ലൈൻ ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. 14,60 എടുത്തുകൊണ്ട് പോകാം. ഏകദേശം ഒരു 10-13 ലക്ഷം രൂപ ലോണും കയറും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ. ഇനി 2023 മോഡല് വെന്യൂ മോഡൽ ഡീസലാണ്. SX ഓപ്ഷനിലാണ്. അത് മാനുവൽ അല്ലേ? മാനുവലാണ്. ഓക്കെ. ഡീസലില് ഏറ്റവും ടോപ്പിന്റെ വണ്ടി കേട്ടോ. ഏറ്റവും ടോപ്പിന്റെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. 58,000 കിലോമീറ്റർ ഓടിക്കണം. അത്ര ഓടിയിട്ടുള്ളൂ. ആയിക്കോട്ടെ. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് 9,45,000 കൊടുക്കാം. 9,75,000 രൂപയ്ക്ക്. പുതിയതിന് ഏകദേശം ഒരു 15 റുപ്യേൻ്റെ അടുത്ത് വിലയുണ്ട് അല്ലേ? അതൊക്കെ നല്ല കിഴിലും പൈസ. അതൊക്കെ നിങ്ങൾ വേണേ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇത് എയർ ക്രോസ്. ഇത് C3 എയർ ക്രോസ് ആണ്. അത് നമുക്ക് 24 മോഡലിൽ 18,000 എയർ ക്രോസിന്റെ ഇത് 10-40 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാ? അല്ല അതിന്റെ താഴെയുള്ള ഇത് 7 സീറ്റർ C3 എയർ ക്രോസ് C3 ആണ്. അതെ അല്ലേ? അതായത് ഇത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അധികം എല്ലായിടത്തും കാണാത്ത ഒരു സാധനമാണ്. റയർ സാധനം കേട്ടോ. സിട്രോണിന്റെ C3 എയർ ക്രോസ് എന്ന് പറഞ്ഞ സാധനമാണ്. അത്യാവശ്യം ഒരു പ്രീമിയം വണ്ടി തന്നെയാണ് അല്ലേ? പ്രീമിയം വണ്ടി തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കൽ 18,000 കിലോമീറ്റർ ഓടിയാണ്. വെറും 18. അടിപൊളി. അതും 2021 മോഡലാണ് നൽകണം. ഇത് 10,90 കൊടുക്കാം. 10,90 കൊടുക്കാം. പുതിയ എത്ര ഉണ്ടെന്ന് അറിയാം? ഒരു 10-15 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവില്ലേ? 16 ലക്ഷം രൂപ. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എയർ ക്രോസ് ആണ്. 7 സീറ്റർ ആണ് അല്ലേ? 10,90 നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഇതാണെങ്കിലോ? ഇത് 2020 മോഡല് ടൈറ്റാനിയം പെട്രോളിൽ വരുന്ന 30,000 കിലോമീറ്റർ ഓടിയ എക്കോസ്പോർട്ട്. 30 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. അടിപൊളി. അതായത് 19 മോഡൽ പെട്രോൾ മാനുവൽ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാകുമ്പോൾ മൈലേജ് കുറച്ച് കുറവാണല്ലോ. മൈലേജ് കുറവാണെങ്കിലും വണ്ടി അടിപൊളിയാ അല്ലേ? സൂപ്പർ വണ്ടിയാണ്. നല്ല ടോർക്കാണ് വണ്ടി. അതാ പിന്നെ പറയാണ്ടോ. പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ അപാകതയൊന്നുമില്ല. ശരി. എന്താ വില? ഇത് നമുക്ക് 6,90 അല്ലേ? 6,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ടാവും. അതും നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അത് 19 ലോ കിലോമീറ്റർ ഉണ്ട് അല്ലേ? 19 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ കാണിച്ച് ഇത്രയും എണ്ണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒന്നും കാണിച്ചില്ല. ഫോട്ടോ അയച്ചു കൊടുക്കണേ. പിന്നെ തീർച്ചയായും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മെസ്സേജ് അയച്ചു കൊടുക്കാം. അടിപൊളി. അടുത്തായിട്ട് നല്ലൊരു ബ്രസ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? 2019 മോഡല് ഡീസൽ ZDA+. ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ അതുണ്ടോ? അപ്പോൾ അതൊന്നും ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ ചെയ്തേക്കണം ക്ലെയിം. എന്തൊക്കെ പറഞ്ഞാലും ഡീസലാണ്. ഏറ്റവും ടോപ്പിൻ്റെ ആണ്. 120 എന്ന് പറയുമ്പോൾ വലിയ ഓട്ടമൊന്നും പറയാനില്ല ഇതിനപേക്ഷിച്ച്. ഡീസൽ വണ്ടിയല്ലേ? പിന്നെ ഇത് നമുക്ക് 8,90,000 ചോദിക്കണം. നെഗോഷ്യബിൾ ആവോ? അഡ്ജസ്റ്റ് കൊടുക്കാം അല്ലേ? അതായത് 19 മോഡൽ ഓട്ടോമാറ്റിക്കാണ് നൽകുന്നത്. 8,90 എഴുതുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അടുത്തത് എക്സ്ട്രാ ആണ്. 2024 മോഡൽ വണ്ടിയാണ്. എനിക്കൊന്നും എക്സ്ട്രാ അധികം ഇറങ്ങിയിട്ടുമില്ല. വണ്ടികൾ നമുക്ക് വരാറുണ്ട് ഇടയ്ക്ക്. അതെ. പിന്നെ ഇത് 24 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കളറാണ്. എസ്സിൽ O ആണ്. എസ് ഓപ്ഷൻ അല്ലേ? എസ്സിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ. അതെ. പിന്നെ കിലോമീറ്റർ 30,000 കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ലേ? 6,25,000 രൂപ. 6,20,000 കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ശരി. അതൊക്കെ നിങ്ങൾക്ക് പുതിയ വാറന്റിയും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കേട്ടോ. പിന്നെ 2021 മോഡൽ എക്സ്ക്രോസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആൽഫ. 21 പെട്രോളേ ഉള്ളൂ അല്ലേ? ഇത് ഹൈബ്രിഡ് അല്ലേ വരിക? ഹൈബ്രിഡ്. ടോപ്പിന്റെ മോഡലാണ്. ഏറ്റവും ടോപ്പിൽ ആ ന്യൂ ഷേപ്പ് വന്ന കിടിലം വണ്ടിയിട്ട്. അത് എക്സ്ക്രോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാരുതിക്ക് അബദ്ധം പറ്റിയ വണ്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി അതാണ്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഓട്ടോ അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലോ. മൈലേജ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? ഓട്ടം അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അതെ. ഹൈബ്രിഡ് ആയതുകൊണ്ട് മൈലേജ് കിട്ടും. ഇത് 8,35,000 രൂപ. 8,35. അത് നെഗോഷ്യബിൾ ആവോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ അപാകതയില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. നീറ്റ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ കുറച്ച് കൂടി എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതാണെങ്കിലോ? ഇത് 2019 മോഡൽ നെക്സോൺ. ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. XM വരുന്ന വണ്ടി. XM ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ 44,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ജെനുവിൻ. അടിപൊളി. ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 6 രൂപ കൊടുക്കും. 6,50,000 രൂപ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തായിട്ട് ഫോട്ടോസ് അയച്ചു തരും. ഇതോ? ഹോണ്ട WRV. ഇത് ഡീസലാ? ഇത് S വേരിയന്റ് ആണ്. ഡീസലാണ്. 82,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഡീസലാകുമ്പോൾ നല്ല മൈലേജ്. 6,90,000 രൂപ. 6,90. ഓക്കെ. മോഡൽ ഏതാ പറഞ്ഞേ?
ഇത് 2019 മോഡൽ. 19 നിങ്ങൾക്ക് 690 ഡീസൽ വണ്ടിയാണ് വരുന്നത്. കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ 82,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. അപ്പോൾ അതൊന്നുമില്ല, ഒന്നുമില്ല. നല്ല അടിപൊളിയാണ്. അത് നല്ല കിടൻ പ്രൈസാണ്. ആർക്കും വേണം നോക്കിയോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2021 മോഡൽ HTK പെട്രോളാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. HTK എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. അപ്പോൾ അതുണ്ടോ? അപ്പോൾ അതൊന്നുമില്ല. 50,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 9,75. 9,75,000. മോശമൊന്നുമില്ല കേട്ടോ. 21 വണ്ടിയാണ് 9,75,000 രൂപയ്ക്ക് തരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. കിടന്ന സാധനം കേട്ടോ, മോശമല്ല, നോക്കിക്കോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് സിയാസ് S ആണ്. സിയാസ് S, അതായത് സ്പോർട്സ് സ്പെഷ്യൽ സാധനം കേട്ടോ. ഈ സ്കേർട്ടും സ്പോയിലറൊക്കെ കമ്പനി തന്നെ വരും. അതായത് ഒരുപാട് ഫിറ്റിംഗ്സ് എക്സ്ട്രാ വരും. ഇന്റീരിയർ നല്ല ലെതർ വരും. ഇത് കിലോമീറ്ററോ? ഇത് 77,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 5,90,000 രൂപ. 5,90,000 പെട്രോളാണ്. മോഡൽ ഏതാ പറഞ്ഞത്? 2018 മോഡൽ. 18 ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. അത് ഇറങ്ങിയിട്ടില്ല. സ്പെഷ്യൽ ആയിട്ട് വരുന്ന ലിമിറ്റഡ് ആണ് വണ്ടി. ലിമിറ്റഡ് ആണ്. അത് 5,90 അല്ലേ? 5,90. പെട്രോൾ മാനുവൽ കേട്ടോ. ഇതാണെങ്കിലോ, ഇത് 2011 മോഡലാണ്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നമുക്കൊരു പെട്രോൾ വേരിയന്റ് ആണ്. ഏതാ? പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ ആണ്. കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലേ? കംപ്ലൈന്റ് കുറവായി. എന്താ വില? ഇത് നമുക്കൊരു 2,35 കൊടുക്കാം. 11 മോഡൽ. 5 വർഷം പേപ്പർ. 5 വർഷം പേപ്പറും ഉണ്ട്. പുതിയ പേപ്പർ എടുത്തു. പുതിയ പേപ്പർ, ഇൻഷുറൻസ് എല്ലാം പുത്തൻ. അടിപൊളി. അപ്പോൾ എന്തായാലും പെട്രോൾ വേരിയന്റ് വേണമെങ്കിൽ നോക്കിക്കോ. അത്യാവശ്യം ക്വാളിറ്റി അടിപൊളി വണ്ടി. അതുപോലെ തന്നെ മൈക്ര ആക്റ്റീവോ? മൈക്ര 2017 മോഡൽ പെട്രോൾ. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. മാനുവൽ. എന്താ വില? 2,90,000 രൂപ. 2,90 17 വണ്ടി എടുത്തുണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഞാൻ പുറകിൽ കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു തരാം. ഇയോണോ? ഇയോൺ 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 12-13 1,35. 12-13 കിലോമീറ്റർ. 98,000 കിലോമീറ്റർ. അതല്ലേ? 1,35 ഇതാ ഈ സാധനം എടുത്തോളാം. അത്യാവശ്യം മോശമില്ലാത്ത വണ്ടി. ഈ മാക്സിമം ഫുൾ ഓൺ തന്നെ കയറും അല്ലേ? പിന്നെ ഇനി ഇതോ പോളോ. ഇത് 2017 മോഡൽ ട്രെൻഡ് ലൈൻ ആണ്. അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈ ലൈനിൽ വരുന്ന അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 70,000 കിലോമീറ്റർ പെട്രോൾ. എന്താ വില? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4,50,000 രൂപ. 4,00,000 രൂപയ്ക്ക് 2017 മോഡൽ. 17 അല്ലേ? അതുപോലെ തന്നെ മൈക്ര 2017 ഓട്ടോമാറ്റിക് ആണ്. എക്സ് വീല്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയേക്കാണ്. നമുക്കൊരു 3,90. അതായത് ഓട്ടോമാറ്റിക്കലി CVT വരുന്ന വണ്ടി കേട്ടോ. 3,90. അതൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് നിങ്ങൾ വന്നാൽ എല്ലാം ചെയ്ത് കൊടുക്കാം. അതെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു i20 കൂടി കാണിച്ചാൽ. 2015 മോഡൽ ആസ്റ്റ ആണ്. 15 ആസ്റ്റ. 1,20,000 കിലോമീറ്റർ പെട്രോൾ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഫാമിലിയിൽ തന്നെ മാറിയേക്കണാണ്. അതെ അല്ലേ? വിലയോ? ഇത് നമുക്കൊരു 3,90. 3,90. 2015. പക്ഷെ വണ്ടി നല്ല നീറ്റ് ആട്ടോ. ആസ്റ്റയാണ്. 1,20 ഓടിയൊന്നും കണ്ടാൽ പറയില്ല. കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതെ. അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇയോൺ 2016 മോഡൽ ഇയോൺ ആണ്. സെക്കൻഡ് ഓണർ ആണ്. 70,000 കിലോമീറ്റർ ഓടിയേക്കണത്. അതെ അല്ലേ? അപ്പോൾ അതുണ്ടോ? അപ്പോൾ അതൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് കൊടുക്കാവുന്ന വില 2,20. 2017 വണ്ടി. അതും 16 വണ്ടി. നല്ല നീറ്റ് വണ്ടി കേട്ടോ, മോശമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ KL47 ന്യൂസ് ക്ലാസ്സിൽ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ബലേനോ ആണ്. അത് ബലേനോ ഡീസലാ അല്ലേ? ബലേനോ ഡീസൽ സീറ്റാണ്. പെട്രോൾ ഫുൾ 2018 മോഡലാണ്. 18 ആണ്. 19 രജിസ്ട്രേഷൻ ഉണ്ട്. 4 പുത്തൻ ടയറും ഉണ്ട്. 70,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ആണല്ലോ അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതെ. 10 കിലോമീറ്റർ ആണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല മൈലേജ് ഉള്ള 25+ മൈലേജ് കിട്ടുന്ന ഒരു ബലേനോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു 17 വണ്ടി 6 ലക്ഷം രൂപ ചോദിക്കണം. നമുക്ക് അടിച്ചു കൊടുക്കാം. കുറയുമല്ലോ അല്ലേ? പിന്നെ അത് ഡീസലൊക്കെ ആയതുകൊണ്ട് റെയർ സാധനം ആയതുകൊണ്ട് റെയർ മീൻസ് കിട്ടാനില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അവാദിലാന്ന് ഉറപ്പല്ലേ? ധൈര്യമായിട്ട് കൊടുത്തുവിടാം. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അല്ലേ? ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. നമ്മൾ ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് നമ്മൾ കാണിച്ച ഏത് വണ്ടിയിൽ വേണമെങ്കിലും അയച്ചു കൊടുക്കൂലേ? എല്ലാം അയച്ചു കൊടുക്കും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. നമ്മുടെ വീഡിയോ വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. തീർച്ചയായിട്ടും. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വണ്ടികളൊക്കെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ നമ്മുടെ ഈ സിട്രോണൊക്കെ ഇല്ലേ, ഇതൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നിരന്ന് കിടക്കുന്ന ഏത് വണ്ടിയുടെ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ച് തരും അല്ലേ? പിന്നെ അപ്പോൾ എന്തായാലും 6 മുതൽ ഏത് മോഡൽ വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അതാണ്. അത് മൈൻഡ് ചെയ്തേക്കാം അല്ലേ? മൈൻഡ് ചെയ്തേക്കാം.